തൃശ്ശൂർ ജില്ല പൊളി റോഡ് പണിയിൽ വേറെ ലെവലിലേക്ക് പോകുന്നു. ഭയങ്കര വർക്കാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. മരം മുറിക്കാൻ ബാക്കിയുണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ പണികൾക്ക് അതിവേഗം പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്തെ റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. NH66 6 പാതയാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലയുടെ ബോർഡറായ വലിയ പണിക്കൻ തുരുത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് വരുമ്പം 2 പാലമാണ് വരുന്നത്. എറണാകുളത്ത് നിന്ന് വരുമ്പം ഫസ്റ്റ് പാലമില്ലേ, അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറവൂർ ബൈപ്പാസിലെ കാഴ്ചകളാണ്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പുതിയ പാലത്തിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ്. പലയിടത്തും തൂണിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോയി കാഴ്ചകൾ കാണാം. കോട്ടപ്പുറം ബ്രിഡ്ജ് 2 എന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത് ഈ പാലത്തിൻ്റെ പേര്. പാലത്തിൽ നിറച്ച് കുണ്ടും കുഴിയാണല്ലേ. പാലത്തിന് ഇനി പൈലിങ്ങൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. കുറേ തൂണിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട് പണികൾ. നമ്മളിപ്പം കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ റോഡ് പണിയുടെ കാഴ്ച. റോഡ് പണി ഇവിടെ തുടങ്ങിയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ റോഡ് പണി ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പാലത്തിൻ്റെ പണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ പാലത്തിൻ്റെ പണി എത്രത്തോളം ആയിട്ടുണ്ട്. പീർ ക്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അണ്ടർ പാസേജ് ആണ് കേട്ടോ. ഇവിടെ റോഡ് ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ പാലത്തിൻ്റെ പണി, മേൽപ്പാലത്തിൻ്റെ പണി അത്രത്തോളം ആയിട്ടുണ്ട്. ഇവിടെ പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗഡറുകൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കൊടുങ്ങല്ലൂർ ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നും പണികൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെ 45 മീറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ഇവിടെ പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 45 മീറ്റർ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ എൻഡിൽ പുതിയതായിട്ട് ഓട നിർമ്മാണം പൂർത്തിയാക്കിയ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീണ്ടും നമുക്കൊരു അണ്ടർ പാസേജ് കാണാം. ഈ ബ്രിഡ്ജ് ടൈപ്പാണ് കേട്ടോ ഇവിടുത്തെ അണ്ടർ പാസേജ്. ഇതാണ് നല്ലത്, നല്ല വീതിയുള്ള അണ്ടർ പാസേജാണ്. ഏകദേശം തൂണിൻ്റെയൊക്കെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അണ്ടർ പാസേജ് വരുന്ന ഭാഗത്തൊക്കെ അണ്ടർ പാസേജ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പുതിയ ഓട നിർമ്മാണത്തിൻ്റെ പണിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിലവിൽ പഴയ ഓട ഉണ്ടായിരുന്നു, അതിന് പകരം അത് പൊളിച്ചു മാറ്റി പുതിയ ഓടയുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഉണ്ടോ? ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓൾറെഡി 45 മീറ്റർ വീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ വീതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 6 പാത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ശിവാലയ കൺസ്ട്രക്ഷനാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിലെ കടപ്പാട്ടുകോണം മുതൽ കാവനാട് വരെ വർക്ക് ചെയ്യുന്ന ശിവാലയ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെയും വർക്ക് നടത്തുന്നത്, ടെൻഡർ ഏറ്റെടുത്തിരിക്കുന്നത്. ചാന്തപ്പാറയിൽ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്.
ഫ്ലൈ ഓവറിൻ്റെ പണികൾക്ക് അതിവേഗം പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ശിവാലയ കൺസ്ട്രക്ഷനാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത്. കേട്ടോ, പലയിടത്തും തൂണുകൾക്ക് നിർമ്മാണം ഈ രീതിയിലേക്കായിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ ചാന്തപ്പാറ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും തൂണിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പൈലിംഗ് നടക്കുന്നുണ്ട്, പിയർ ക്യാപ്പ് നടക്കുന്നുണ്ട്, പില്ലർ ക്യാപ്പ് നടക്കുന്നുണ്ട്. അതപ്പോൾ തൂണിൻ്റെയൊക്കെ പണി തകൃതിയായിട്ട് നടക്കുകയാണ്. നമ്മളിപ്പം ചാന്തപ്പാറ കഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയ പോസ്റ്റുകൾ റോഡിൻ്റെ രണ്ട് സൈഡിലേക്കും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ലൈൻ വലിച്ചിട്ടില്ല. ഇവിടെ ഒരു മരം മുറിക്കാൻ ബാക്കിയുണ്ട്. ഈ ലൈനിനോട് ചേർന്നിട്ടാണ്, അതായിരിക്കും അത് മുറിക്കാഞ്ഞത്. അപ്പോൾ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ കോതപ്പറമ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. നാഷണൽ ഹൈവേ 66 ആറുവരി പാതയാക്കുന്നതിൻ്റെ കൊടുങ്ങല്ലൂർ നഗരസഭ ഇവിടം വരെ ഉള്ളു കേട്ടോ. ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. അപ്പം ഇവിടെ സർവീസ് റോഡിൽ ഇതേപോലെ നെറ്റിലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലയിടത്തും ഒന്ന് രണ്ട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ ബാക്കിയുണ്ട്. അത് ഈ ലൈൻ കമ്പിയോട് ചേർന്ന് നിൽക്കുന്നതിനെ കൊണ്ടാണ്. ഇവിടെയൊക്കെ ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഭൂമി നിരപ്പാക്കാനുള്ള പണി ബാക്കിയുണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് രണ്ട് സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ലൈൻ മാറ്റി സ്ഥാപിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്തേക്ക് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണി ഇത്രത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലുള്ള നാഷണൽ ഹൈവേ. ഇവിടെ ഇപ്പോൾ നിലവിലുള്ള നാഷണൽ ഹൈവേ വളഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ പുതിയ നാഷണൽ ഹൈവേ നേരെയാണ് പോകുന്നത്. നമുക്കും നേരെ പോവാം. ഇവിടെയാണ് ക്രഷർ യൂണിറ്റ് ഒക്കെ ഉള്ളത്. ഇവിടെയാണ് കേട്ടോ. നിലവിലുള്ള നാഷണൽ ഹൈവേ അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ട് പോകും. പുതിയ നാഷണൽ ഹൈവേ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ.
ഇവിടെയാണ് തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളും മറ്റു ഉപകരണങ്ങൾ, മിഷനറി കമ്പികളും എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ പാറപ്പൊടികളും മെറ്റലുകളും പല വലിപ്പത്തിലുള്ള മെറ്റലുകളും ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ, പുതിയ നാഷണൽ ഹൈവേ ആണ്. പുതിയ നാഷണൽ ഹൈവേയിൽ കൂടിയാണ്. അപ്പോൾ പഴയത് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. വളഞ്ഞും തിരിഞ്ഞും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പുതിയ നാഷണൽ ഹൈവേക്ക് വളവും തിരിവൊന്നുമില്ല, ഒള്ളി നേരെ വാ എന്ന ഇതാണ് പുതിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലമെന്ന് അവിടെ സ്കൂളിൻ്റെ പേര് നോക്കിയിട്ട് പറയാം. ഇപ്പം നമ്മളുള്ളത് ആല UP സ്കൂൾ. ആല, ഓ ദിലീപിൻ്റെ ആല. കോതപ്പറമ്പ് ആല. മറ്റേ എന്താണ് ആ പടത്തിൻ്റെ പേര്? പടത്തിൻ്റെ പേര് വിട്ടുപോയല്ലേ. ഇപ്പോൾ ഇറങ്ങിയ ദിലീപിൻ്റെ ഒരു പടം ഉണ്ടല്ലേ, അത് ദിലീപിൻ്റെ പേര് ആലയെന്നല്ലേ? ഈ സ്ഥലപ്പേരും ആലയെന്നാണ് കേട്ടോ. ആല UP സ്കൂൾ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ ബാക്കിയുണ്ട്, പക്ഷെ പുതിയത് ലെഫ്റ്റ് സൈഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ, പുതിയ ഇലക്ട്രിക് പോസ്റ്റ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കേണ്ട പണിയേ ബാക്കിയുള്ളൂ. പിന്നെ ഓട നിർമ്മാണം രണ്ട് ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിലവിലുള്ള റോഡ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം താഴ്ചയാണ്. അപ്പോൾ കെട്ടി ഉയർത്തേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ബാക്കിയാണ് പണി. നമുക്ക് എന്തായാലും ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് ബാക്കി കാഴ്ചകളാണ്. നമ്മളങ്ങനെ എണ്ണയൊക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലപ്പേരൊന്ന് നോക്കട്ടെ. പൊരി ബസാറാണ് കേട്ടോ. നമ്മളിപ്പം പൊരി ബസാർ കറക്റ്റാണോ? പൊരി ബസാറിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66 ആറുവരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായി പൊരി ബസാറിൽ ഇപ്പം ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പുതിയ റോഡ് പോകുന്നത്. ഇലക്ട്രിക് പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മറ്റ് പണികളൊന്നും അധികം ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല. ക്രാഷ് ബാരിൻ്റെ പണിയും സർവീസ് റോഡിൻ്റെ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് റോഡ് മാറും. ഇവിടെ ഫുള്ള് വളവും തിരിവുമുള്ള റോഡാണ് ഇങ്ങോട്ട് വരുമ്പോൾ, മലപ്പുറത്തോട്ട് ഈ തൃശ്ശൂർ ഭാഗത്തോട്ട് വന്നപ്പം. അപ്പോൾ അതനുസരിച്ച് റോഡുകൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി വരും. ഇപ്പോൾ നിലവിലുള്ള റോഡിൽ നിന്ന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പുതിയ റോഡ് മാറി വരും. പുതിയ റോഡ് വരപ്പം കംപ്ലീറ്റ് നേരെയുള്ള റോഡായിരിക്കും. ഇപ്പം ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓട നിർമ്മാണത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള റോഡിൻ്റെ രണ്ട് സൈഡിൽ നല്ല താഴ്ചയാണ് ഈ ഭാഗത്ത്. അപ്പോൾ കെട്ടി ഉയർത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഓട നിർമ്മാണം പൂർത്തിയായിട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ കുറച്ച് വർക്ക് സ്ലോ ആണ് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ക്രാഷ് ബാരിയറിൻ്റെ പണി നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പുതിയ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നല്ല താഴ്ചയുള്ള പ്രദേശമാണ് കേട്ടോ. അവിടെ ഇനി കെട്ടി ഉയർത്തി മണ്ണ് ഫില്ല് ചെയ്യണം. അതൊക്കെ നല്ല പണിയാണ്. ഈ ഭാഗത്തുണ്ടോ ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ നല്ല താഴ്ചയുള്ള സ്ഥലം കൊണ്ട് മണ്ണിട്ട് ഉയർത്തണം. ആ കോൺക്രീറ്റ് വാൾ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മുമ്പോട്ട് വരുമ്പം ആദ്യം സ്ഥലപ്പേര് കണ്ടെത്തണം.
5-ാം പരുത്തി പനങ്ങാട്. ഇവിടെ ശിവാലയ കൺസ്ട്രക്ഷനാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും വേഗത്തിൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് കൊല്ലം ജില്ലയിൽ ഈ ശിവാലയ കൺസ്ട്രക്ഷൻ. അതേ കമ്പനി തന്നെയാണ് ഇവിടെയും നിർമ്മാണം നടത്തുന്നത്. ഇവിടെ നിലവിലുള്ള റോഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ കൂടെയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത്. നമുക്ക് അതുവഴി കയറി പോയാലോ? പോവാം. അത് പുതിയ റോഡിൻ്റെ ഭാഗത്തുകൂടി കടന്നു. നമ്മൾ മുമ്പേ അവിടെ നിന്നാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ അതുവഴിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള റോഡിൽ നിന്ന് മാറിയാണ് പുതിയ റോഡ് വരുന്നത്. പുതിയ റോഡ് മുഴുവനും തൂണിൽ കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. തൂണിലായിരിക്കും പുതിയ റോഡ് വരുന്നത്. ഓ ആ ചെളി കുഴി ഉണ്ടാവോ? കുഴി ഇത്രയും കുഴി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതുവഴി ഇറങ്ങി കയറി വരായിരുന്നല്ലേ. ഓ ഡാർക്ക് ഷീറ്റ്. എന്തായാലും ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഒരു എലിവേറ്റഡ് ഹൈവേ പോലെയാണ് കേട്ടോ ഇവിടെ പണിയുന്നത്. ഓ ഭയങ്കര വർക്കാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് മുഴുവനും പാലത്തിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. മേൽപ്പാലത്തിൽ കൂടി പൊളി ഒരു എലിവേറ്റഡ് ഹൈവേ മോഡലിലാണ് കേട്ടോ ഇവിടെ റോഡ് വരുന്നത്. അപ്പം അതിങ്ങനെ വരാൻ കാരണം ആ റോഡ് നിരന്ന് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കയറ്റം ഇറക്കായി പോകും കേട്ടോ. ഓ മൈ ഗോഡ്, ഇത്രയും വലിയ രീതിയിലുള്ള വർക്ക് നടക്കുന്ന സ്ഥലമായിരുന്നോ? തൃശ്ശൂർ ജില്ല പൊളി റോഡ് പണിയിൽ വേറെ ലെവലിലേക്ക് പോകുന്നു. ഹോ, ഇതിന് എലിവേറ്റഡ് ഹൈവേ എന്നല്ല പറയുന്നത്, മറ്റൊരു പേരാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ. ഫ്രണ്ട്സ്, വയഡക്റ്റ് ബ്രിഡ്ജ് എന്നാണ് ഇങ്ങനെ പാലക്കൊക്കെ അറിയപ്പെടുന്നത്. ലോങ് എലിവേറ്റഡ് ഹൈവേക്ക് ഇങ്ങനെ പറയപ്പെടുന്നത്. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു വയഡക്റ്റ് ബ്രിഡ്ജ് തന്നെ കേട്ടോ. എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാലം നിൽക്കുന്നത്. വാവ് മോനെ, വെടിക്കെട്ട്. ഇതൊക്കെ കാണണം കേട്ടാ. ഇതൊക്കെ പണി പൂർത്തീകരിക്കാൻ വേറെ ലെവലിലേക്ക് മാറും അല്ലേ. ഓ സൂപ്പർ. നിലവിലുള്ള റോഡ് മൊത്തം വളവും തിരിവൊക്കെയാണ്. അതിൽ നിന്ന് കംപ്ലീറ്റ് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു പാലം. പിന്നെ അല്ല, പൊളിയാണ്. ഇപ്പോൾ NHAI പൊളിച്ചടുക്കുകയാണ് ഇപ്പോൾ. പണിയപ്പം ഇങ്ങനെ അങ്ങ് പണിയണം. ബഡ്ജറ്റ് ഇറക്കി തന്നെ അങ്ങ് പണിയണം. ഭാവി മുൻകൂട്ടി കണ്ട് തന്നെ പണിയണം. അങ്ങനത്തെ പണിയാണ് നമുക്കിവിടെ ഇപ്പം കാണാൻ സാധിക്കുന്നത്. കിലോമീറ്ററോളം ദൂരത്തിലാണ് പാലം നിൽക്കുന്നത്. ഓക്കെ, പാലം ഇവിടെ തീരുകയാണ്. എല്ലായിടത്തും ഈ തൂണിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പിയർ ക്യാപ്പും ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഇനി മറ്റേ ബീം എടുത്ത് വെക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഗഡറുകളുടെ ലോകമാണ്. നമ്മളിപ്പോൾ കണ്ട പാലം ഇല്ലേ, ആ പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗഡറുകൾ മുഴുവനും ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗഡറുകൾ ആവശ്യമാണ്. കാരണം കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പാലമായിരുന്നു.
അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പോകുന്നത് ഇനി വരാൻ പോകുന്ന നാഷണൽ ഹൈവേ 66 കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓട നിർമ്മാണമൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇവിടെ മൊത്തം ഇതേപോലെയുള്ള നിർമ്മാണ വസ്തുക്കളാണ്. കണ്ടോ, ഇവിടെ ഒരു ഗഡറുകളുടെ ഒരു ലോകമാണ്. കണ്ടോ, ഇഷ്ടം പോലെ ഗഡറുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോവാം. ഈ വീടൊക്കെ ഇപ്പോൾ റോഡ് ഫേസായി. മുമ്പേ ഇവിടുത്തെ വഴി റോഡ് ഉണ്ടെങ്കിൽ തന്നെ ചെറിയ റോഡായിരുന്നു. അതിനിപ്പം വരാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ ഇതിൽ കൂടി കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊന്നും ഓട നിർമ്മാണം തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങോട്ട് മൊത്തം റോഡൊന്നുമില്ല കേട്ടോ. ബൈക്കിന് പോകാനുള്ള റോഡൊന്നുമില്ല, മൊത്തം കമ്പിയും ഇതേപോലെ കോൺക്രീറ്റാണ്. നമുക്ക് ഇനി നിലവിലുള്ള നാഷണൽ ഹൈവേ കയറിയിട്ട് ഈ റോഡ് എവിടെ എത്തുന്നതോ അതിൻ്റെ ബാക്കി തൊട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഈ എടുത്ത വീഡിയോ ഒക്കെ ഒരു വട്ടം ഓൾറെഡി എടുത്തതാണ്, അത് റെക്കോർഡായില്ല. അങ്ങനെ വീണ്ടും തിരിച്ചു പോയിട്ട് എടുത്തതാണ്. അപ്പോഴേ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയായിരുന്നു, നമുക്ക് പോകാൻ പറ്റില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പം മതിലകം വെള്ളാങ്കല്ലൂർ റോഡാണ്. ഈ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പേ കണ്ട മതിലകം ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്ത് വരുന്ന റോഡാണ് കേട്ടോ. മതിലകം ജംഗ്ഷനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് NH66 പോകുന്നത്. നമ്മൾ ഇത്ര നേരം വന്നത് മതിലകം ബൈപ്പാസാണ്. ഏകദേശം 4.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള മതിലകം ബൈപ്പാസിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇവിടുന്ന് ഈ റോഡ് ഒരു അണ്ടർപാസ് ചെയ്താണ്. ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, ബൈക്ക് പോകത്തില്ല. നമുക്ക് അപ്പുറത്ത് എന്നിട്ട് അതിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ വീണ്ടും മതിലകം ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ മതിലകം ജംഗ്ഷനിൽ നിന്ന് വലത് പിടിച്ചാണ് ഇറങ്ങി വന്നപ്പോൾ വീണ്ടും നമുക്ക് ഈ ബൈപ്പാസ് കിട്ടി. ഇനി എത്ര ദൂരം പോകാൻ പറ്റുമോ അത്ര ദൂരം നമുക്ക് കാഴ്ചകൾ കാണാം മതിലകം ബൈപ്പാസിൻ്റെ. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെളിക്കെട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പൊതയും കേട്ടോ, നല്ല താഴ്ചയുള്ള സ്ഥലമാണ് പൊതൈ. ഫ്രണ്ട്സ്, മുമ്പേ നമ്മൾ വീഡിയോ നിർത്തി എടുത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ്. അവിടെ നല്ലൊരു ചെളിക്കെട്ടാണ്, വണ്ടി പൊതഞ്ഞു പോകുന്നത് പേടിച്ച്. പിന്നെ അതുവഴി കുറഞ്ഞ് ഏകദേശം 2-3 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ബാക്കി നമുക്ക് അങ്ങോട്ട് പോകാം. സൈക്കിളായിരുന്നെങ്കിൽ പോയാലല്ലേ, അതിനടുത്ത് വന്നപ്പോൾ തന്നെ പൊതഞ്ഞു പോയി. ഓക്കെ, നല്ല കഷ്ടപ്പെട്ടാണ് ഫ്രണ്ട്സ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് മതിലകം ബൈപ്പാസിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഓട നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ റോഡ് വരുമ്പോൾ നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും കേട്ടോ റോഡ് വരുന്നത്. നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടായിരിക്കും റോഡ് വരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് മതിലകം ബൈപ്പാസിലെ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ രണ്ട് വശത്തും ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഏറ്റെടുത്ത ഭൂമി ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. വീഡിയോ ഇപ്പം തന്നെ ഒരുപാട് ദൈർഘ്യമായി. നമുക്ക് ഈ മതിലകം ബൈപ്പാസ് എൻഡ് ചെയ്യുന്ന അവിടെ വെച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം
മതിലകം ബൈപ്പാസിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പുതിയ ഇലക്ട്രിക് പോസ്റ്റ്, ലെഫ്റ്റ് സൈഡിലൊക്കെ പുതിയ പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ പാറപ്പൊടിയും മെറ്റിലാക്കിയതും ഇവിടെ ഇങ്ങനെ കൂന പോലെ കൂട്ടിയിട്ടുണ്ട് ഒരുപാട്. ഇതൊരു വേറൊരു ലോകം തന്നെയാണ് കേട്ടോ. പാറപ്പൊടിയുണ്ട്, പല സൈസിലുള്ള മെറ്റലുകൾ, ഇവിടെ കാണാൻ സാധിക്കും. കണ്ട, ഇതൊക്കെ ചെറുത് ചിപ്സ് മോഡലാണ്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി വലുത്. അങ്ങനെ മതിലകം ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും NH66 വന്ന് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള NH66 വന്ന് കയറിയിരിക്കുകയാണ്. അപ്പം നിലവിലുള്ള റോഡിൽ വരപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ആയിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പുന്നക്ക ബസാർ മതിലകം. പുന്നക്ക ബസാറിലാണ് മതിലകം ബൈപ്പാസ് വന്ന് കയറുന്നത്. അപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇപ്പം തന്നെ ദൈർഘ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഇവിടെ ഒരു ക്രഷർ യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം നിലവിലുള്ള ഈ റോഡിന് റോഡിൽ നിന്ന് ഇടതുവശത്തായിട്ടാണ് പുതിയ റോഡ് വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഇടതുവശത്തോട്ടാണ് പുതിയ റോഡ് വരുന്നത്. അതുവഴി നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ. അവിടെ പണി ഇങ്ങനെ കിടക്കുകയാണ്. കംപ്ലീറ്റ് ഇടതുവശത്തൂടെയാണ് കേട്ടോ പുതിയ റോഡ് പോകുന്നത്. നമ്മളിപ്പം പോകുന്നത് നിലവിൽ NH66. പുതിയ റോഡ് ഈ ഇടതുവശത്തു കൂടെയാണ് പോകുന്നത്. ഇടതുവശത്ത് ഓട നിർമ്മാണമൊക്കെ ചില സ്ഥലത്ത് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് കേട്ടോ. അണ്ടർ പാസേജിൻ്റെ പണി, തൂണുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. നല്ല വലിയ അണ്ടർ പാസേജാണ്. തൃശ്ശൂർ ഭാഗത്തെല്ലാം അണ്ടർ പാസേജ് എല്ലാം പൊളിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി വീഡിയോ അടുത്ത ഭാഗമായിട്ട് കാണാം. ഓക്കെ.